നമ്മൾക്ക് കുറേ പേർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് വായ്നാറ്റം എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരാളോട് സംസാരിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡിസ്കംഫോർട്ടും നമുക്ക് വായ്നാറ്റം ഉണ്ടാവും, അത് മറ്റുള്ളവരെ അറിയോ എന്നുള്ള ആ ഒരു പ്രശ്നമൊക്കെ ഒരുപാട് പേര് നേരിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം? പല്ല് തേച്ചാൽ പോലും വായിൽ നാറ്റം ഉണ്ടായി കുറേ പേർക്ക് കാണാറുണ്ട്. അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പല്ല് തേക്കുമ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നാക്ക് വടിക്കുക എന്നുള്ളത്. നാക്ക് നമ്മൾ ഒരുപാട് പേര് വടിക്കാനായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ല, പല്ല് തേക്കുന്നുണ്ടല്ലോ എന്നുള്ളതായിരിക്കും. അപ്പോൾ നാക്ക് വടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ടങ് ക്ലീൻ ചെയ്യുക ടീത്ത് പോലെ തന്നെ. മറ്റൊരു കാര്യം, ആഹാരം കഴിച്ചിട്ട് നല്ല പോലെ വാ കഴുകുക. വാ കൊപ്പിളിച്ച് കഴുകുക മാത്രമല്ല, വെള്ളം കുടിക്കുക. നമുക്ക് ആ ഒരു ആഹാരം ഡൈജഷന് ആവശ്യമായിട്ടുള്ള ആ ഒരു വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡൈജഷൻ പ്രോപ്പർ ആവാതെ വരുമ്പോഴും ഈ ഒരു പുളിച്ച് തീറ്റി വായിലേക്ക് ആ ഒരു സ്മെല്ലൊക്കെ വന്ന് കുറേ പേർക്ക് ആ ഒരു ഇഷ്യൂ കാണാറുണ്ട്. വെള്ളം കുടിക്കുക. പിന്നെ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയുക, സമയത്ത് ആഹാരം കഴിക്കുക. ഗ്യാസൊക്കെ കയറ്റിയിട്ട് ആഹാരം കഴിക്കാതെ വരുമ്പോഴും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. പിന്നെ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളം ഇട്ട് വാ ഗാർഗിൾ ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇടയ്ക്ക് രാവിലെയും രാത്രിയും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്രാമ്പൂ, നെല്ലിക്ക, ഏലക്ക ഇവയൊക്കെ ഇട്ടിട്ട് വായിലിട്ട് ചവയ്ക്കാവുന്നതാണ് ടൈം കിട്ടുമ്പോൾ ഒക്കെ. മറ്റ് ബബിൾക്കം പോലുള്ള അതൊക്കെ മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ വായ്നാറ്റം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. കുറച്ച് പേർക്ക് അത് നല്ല രീതിയിൽ കൂടിക്കാണാറുണ്ട്. അത്തരക്കാർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടുന്നതായിരിക്കും. താങ്ക്